എനിക്ക് ദേവീ രൂപങ്ങളും നൃത്തരൂപങ്ങളിലുള്ള ഓർണമെന്റ്സ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് മ്യൂറൽ പഠിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഞാൻ ഇതിലൂടെ എൻ്റെ ആഗ്രഹം സഫലമാക്കുകയാണ്. ഇന്ന് വളരെ വ്യത്യസ്തമായൊരു വീഡിയോയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഒരു കുടുംബത്തിൽ മുഴുവൻ ദൈവം കൊടുത്ത കഴിവുകളെ അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തിൻ്റെയും ഒരു മുക്കാൽ ഭാഗത്തിൽ കൂടുതലും അതിനുവേണ്ടി ചിലവഴിക്കുന്ന ഒരു കുടുംബത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. കാവുങ്കൽ സ്കൂളിലെ വർണ്ണക്കൂടാര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവർ ചെയ്യുന്ന വർക്കുകളാണ് നമ്മളിന്ന് കാണുന്നത്. ഈ കുട്ടികൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ വളരെ മനോഹരമാണ് കേട്ടോ. നമ്മളത് കാണേണ്ടത് തന്നെയാണ്. പരിചയപ്പെടുന്നത് ഒരു കലാകാരിയാണ്. അപ്പൊ ഇന്ന് പേര് സ്വാതി എന്നാണ്. അപ്പൊ സ്വാതിയുടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. വർക്ക് ചെയ്യുന്നത് ഇതെങ്ങനെയാണ്, ഇത് ചെയ്യാനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? അമ്മയും അച്ഛനും കൂടിയാണ് ഈ കാവുങ്കൽ സ്കൂളിലെ വർക്ക് ഏറ്റെടുത്തത്. ഞാൻ അവരെ വെക്കേഷൻ ടൈമുകളിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അപ്പൊ എനിക്ക് കുറച്ച് പൈസ അവരെനിക്ക് തരും. അതെ, ചെയ്ത് കൊടുക്കുന്നതിന് എനിക്ക് ഇച്ചിരി തരും. അപ്പൊ വെക്കേഷൻ ടൈമിലൊക്കെ അമ്മയുടെ കൂടെയും അച്ഛന്റെ കൂടെയൊക്കെ ഇതുപോലെ വരയ്ക്കാനായിട്ട് വെച്ച് പോകും. ടൈമിലാണ് കിട്ടുന്നത് അല്ലേ? അതെ അതെ. ആ പൈസ കൊണ്ട് ഞാൻ എന്റേതായിട്ടുള്ള ആവശ്യങ്ങള് കുറച്ച് ചെയ്ത് മാറ്റും. സ്വാതിയുടെ കൂടുതലും കാര്യങ്ങള് സ്വാതി തന്നെ ഇതുപോലെ ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ ഇപ്പൊ DVHS ചാരമംഗലം കൂറ്റൂർ സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്. സബ് ജില്ലയിൽ പോയായിരുന്നു. അപ്പൊ അവിടുന്ന് A ഗ്രേഡോടെയാണ് പാസ്സായത്. ഇപ്പൊ ഇനി ജില്ലാ തലത്തിൽ പോണം. പിന്നെ NSS ബന്ധപ്പെട്ട് കുറെ വരക്കാനൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. സ്കൂളിൽ വരയ്ക്കാനുള്ളത് അത് ചെയ്യുന്നുണ്ട് സോറി. സ്കൂളുകളിൽ നിന്നൊക്കെ ഈ വരയ്ക്കുന്നതിനൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ? അതെ, സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ്. പ്രിൻസിപ്പൾ ആയാലും ക്ലാസ് ടീച്ചർ ആയാലും മറ്റു ടീച്ചർമാരായാലും എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ് നൽകുന്നത്. നമ്മളിത് ആലപ്പുഴ ജില്ലയുടെ വർണ്ണക്കൂടാരം പദ്ധതിയിൽപ്പെട്ടാണ് സ്കൂളുകളെല്ലാം. നമ്മൾ ഏകദേശം ഒരു 5 സ്കൂളുകളോളം നമ്മൾ ആലപ്പുഴ ജില്ലയുടെ വർണ്ണക്കൂടാരം പദ്ധതി എടുത്തിട്ടുണ്ട്. നമ്മളുടെ വർക്ക് ഓരോ സ്ഥലത്തെ നമ്മൾ ചെയ്യുന്നതെല്ലാം വ്യത്യസ്തമായാണ്, വെറൈറ്റികളാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇത് ഈ സ്കൂളിന്റെ ഈ ഒരു ബ്ലോക്ക് മുഴുവനും, ഈ LKG ബ്ലോക്ക് മുഴുവനും നമ്മൾ ഒരു അക്വേറി ആക്കിയിരിക്കും. അതേപോലെ നമ്മൾ പിന്നെ മെട്രോ ചെയ്തിട്ടുണ്ട്. ചന്ദ്രൂർ സ്കൂൾ മെട്രോ ആക്കി. ഇപ്പൊ പള്ളിപ്പറ സ്കൂള് നമ്മൾ ഒരു ഹൗസ് ബോട്ട് ആക്കിയാണ്. അങ്ങനെ നമ്മളുടെ വ്യത്യസ്തത കണ്ടിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തുനിന്നും വിളിക്കുന്നത്. ചിത്രങ്ങളെല്ലാം 3D ആണ്. അതെ, കുട്ടികൾക്കും കൂടുതൽ അവർക്ക് കനിഞ്ഞഴകായ. അതേപോലെ തന്നെ ഇതിനകത്ത് 28 വിഷയങ്ങളുണ്ട്. അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് 28 വിഷയങ്ങളാണ് ശരിക്കും നമ്മൾ ഇത് ചിത്രീകരിച്ചിടുന്നത്. ഇതിൽ വന്നു കഴിയുന്ന കുട്ടികൾക്ക് പഠിത്തമുള്ള ദിവസങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ പോകും. വെക്കേഷൻ സമയങ്ങളിലും പഠിത്തമില്ലാത്ത ദിവസങ്ങളിലും ഒക്കെ മക്കളും ഒപ്പം ചേരും. ശരിക്കും ഫാമിലിയുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിജയം. ആണ് എല്ലാ കാര്യങ്ങളിലും നമ്മളെ ഇതുവരെ ഉയർത്തിക്കൊണ്ട് വന്നതും ഇത്ര സപ്പോർട്ട് തരുന്നതും എല്ലാം. എന്തെങ്കിലും വർക്കുകൾക്ക് പോയി എത്ര ഉയരത്തിൽ വേണേലും കയറി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചേട്ടന്റെ ഒരു ഹെൽപ്പ് ഉള്ളത് കൊണ്ടാണ്. വളരെ വലിയൊരു ഹെൽപ്പാണ് ചേട്ടന്റെ ഭാഗത്തുനിന്ന്. അതുപോലെ തന്നെ നിങ്ങൾ താമസിച്ചല്ലേ വരുവുള്ളൂ വീട്ടിലേക്കാണ്. അപ്പൊ 4 പേരും കൂടെ ഉള്ളത് കൊണ്ട് ഫാമിലി ആയിട്ട് പോകുന്നതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്കിപ്പോ എവിടെയൊക്കെയാണ് വർക്കുകൾ ഉള്ളത്? നമുക്ക് ഓൾറെഡി ഇപ്പൊ ആയുഷ്മാൻ ഭാരതിന്റെ വർക്കുണ്ട്. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഹോസ്പിറ്റലുകൾ ബ്രാൻഡിങ് വർക്കുകൾ ഏകദേശം ഒരു 124 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളോളം നമ്മൾ ചെയ്തു. അതുകൂടാണ്ട് ജൽജീവൻ മിഷന്റെ വർക്കുകൾ നമ്മൾ ഒരു 38 പഞ്ചായത്താണ് നമുക്ക് കിട്ടിയത്. അതിൽ 13 പഞ്ചായത്തുകളുടെ വർക്കുകൾ കഴിഞ്ഞു. അതുകൂടാണ്ട് ഇപ്പൊ നമ്മൾ സ്കൂളുകൾ, അംഗൻവാടികൾ, പിന്നെ അതൊരു വീടിന്റെ അകങ്ങൾ, ഓരോ വീടിന്റെ അകങ്ങൾ 3D ചിത്രങ്ങൾ നമ്മൾ വരയ്ക്കാറുണ്ട്. അവർ തരുന്ന ചിത്രങ്ങൾ എന്തായാലും നമ്മൾ അതുപോലെ തന്നെ ജീവനുള്ള രീതിയിൽ തന്നെ നമ്മൾ വരച്ചു കൊടുക്കും. അതോടൊപ്പം നമ്മൾ ഇപ്പൊ നേവിയുടെ മതില് നമുക്ക് വർക്ക് കിട്ടി അതിന്റെ സാമ്പിൾ ചെയ്തിട്ടുണ്ട്. അമ്മയുടെയും അച്ഛന്റെയും കൂടെ വന്ന് ശ്രുതിയും സഹായിച്ചു കൊടുക്കുന്നുണ്ട്. ആളാണ് സ്വാതിയുടെ അനിയത്തിയാണ് ശ്രുതി. ശ്രുതി ഇതിനകത്ത് ഭാഗമാണ്. ശ്രുതി വരയ്ക്കുന്ന കുറച്ച് ചിത്രങ്ങൾ. കുട്ടികളുടെ ഈ കഴിവിനെ നമുക്ക് മാക്സിമം പ്രോത്സാഹിപ്പിക്കാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, ഇവരെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചിത്രകലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യമുള്ളവർക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.